കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 5 ദിവസമായിട്ട് മാർക്കറ്റ് ഫാളോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നല്ലൊരു ഫാള് വന്നത്. അതായത് കഴിഞ്ഞ 5 ദിവസം കണ്ടിന്യൂസ് ഫാള്. നിലവിലുള്ള സപ്പോർട്ടുകളെല്ലാം ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പുതിയൊരു ലോയിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പ്രീവിയസ് മന്തിൻ്റെ താഴെ വന്ന് ക്ലോസിങ് വന്നിട്ടുള്ളതാണുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഫാള് വരാനുള്ള റീസൺ എന്തായിരിക്കും? റീസൺ വേറൊന്നുമല്ല, ട്രംപിൻ്റെ പുതിയൊരു അനൗൺസ്മെൻറ്റ് തന്നെയാണ്. അതായത് 50% ടാരിഫിൽ നിന്ന് 500% വരെ ഉയർത്തുന്ന US പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഔദ്യോഗികമായ തീരുമാനമൊന്നുമല്ല, പക്ഷേ ഒരു ഭീഷണിയാണ്, ഇന്ത്യൻ മാർക്കറ്റിനൊരു ഭീഷണി തന്നെയാണ്. അപ്പോൾ ഇത്രയുമായി താരിഫ് ഉയർത്തുകയാണെങ്കിൽ ട്രേഡൊന്നും നടക്കില്ല. അതുകൊണ്ട് അത്രയും വലിയ ഉയർച്ച ടാരിഫിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അത് നമുക്കൊരു ഭീഷണി തന്നെയാണ്. എന്നാലും ഇതിൻ്റെ സംബന്ധിച്ചൊരു നിർണായക തീരുമാനം US സുപ്രീം കോടതിൻ്റെ വരാനുണ്ട്. അത് ബുധനാഴ്ചയാണ് വരാനുള്ളത്. അപ്പോൾ അത്ര വരെ, ആ ദിവസം വരെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിലൊരു അനിശ്ചിതത്വം തന്നെയാണ്. അതുകൊണ്ട് അത്രയും ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ FIൻ്റെ DIൻ്റെ സെല്ലിങ് ബൈയിങ്ങും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. FIs ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നല്ല രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സെല്ല് ചെയ്ത് പോയി. പക്ഷേ DIs അതുപോലെ ബൈ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരു ലെവലിലായിരിക്കില്ല നിൽക്കുന്നതുണ്ടാവുക. അതുപോലെ FIs സെല്ല് ചെയ്ത് പോകുമ്പോൾ നല്ലൊരു ഫാൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ DIs അതിന് അനുകൂലമായി തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതലായി തന്നെ ബൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു സൂചനയും കൂടെ നമുക്ക് വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. കാരണം നിലവിലൊരു പ്രത്യേകിച്ചൊരു ബാഡ് ന്യൂസ് ആയിട്ട് മാർക്കറ്റിനകത്ത് വരാനുള്ള ഈ ടാരിഫിൻ്റെ ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നന്നായിട്ട് ചീപ്പായിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോകാം എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് നിൽക്കാം. ഇനി അപ്കമിങ് വീക്ക് വരാനുള്ള മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിൽ ഒന്നാണ് IT സെക്ടറിലെ സ്റ്റോക്സ് ആയ ഇൻഫി, TCS, HCLൻ്റെ ഒക്കെ റിസൾട്ട് വരാനുള്ളത്. മാത്രമല്ല റിലയൻസിൻ്റെയും റിസൾട്ട് ഈ വരുന്ന ആഴ്ചയാണ് വരാനുള്ളത്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. കാരണം ടോപ്പ് വെയിറ്റേജ് സ്റ്റോക്സ് ഒക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് വരും ആഴ്ചയിൽ മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള റാലിയെ ബാധിക്കുന്ന കാര്യമായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഡാറ്റ, അല്ലെങ്കിൽ CPI ഇൻഡെക്സിന് ഈ മാസം 12-ാം തീയതി, എല്ലാ മാസവും വരുന്ന പോലെ 12-ാം തീയതി പുറത്തു വരും. ഈ CPI ഡാറ്റ കുറവാണെങ്കിൽ ഇത് ബാങ്കിങ്, ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾക്കെല്ലാം ഒരു പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടായിരിക്കും അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ മേജറായിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുന്നേ മാർക്കറ്റ് ക്വാർട്ടർലി പ്രൈസിൽ എന്താ ചെയ്തതെന്നുള്ളതൊന്നും ജസ്റ്റ് നോക്കാം. പ്രീവിയസ് ക്വാർട്ടറിൻ്റെ മുകൾ, അതായത് ഹയർ ഹൈ സ്ട്രക്ചറൊക്കെ ഉണ്ടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി സപ്പോർട്ട് ആവാനുള്ള ലെവൽ എന്ന് പറയുന്നത് റെഫറൻസ് ക്വാർട്ടർ, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നുള്ള ക്വാർട്ടറിൻ്റെ ലെവലാണ് ഇനി നിയർ ബൈ ആയിട്ടുള്ള ലെവല്. അതല്ലെങ്കിൽ മന്ത്ലിയിലുള്ള ഒരു സപ്പോർട്ടീവ് ലെവലായിരുന്നു പ്രീവിയസ് മന്തിൻ്റെ ലോ, അത് ബ്രേക്ക് ചെയ്തു ഓൾറെഡി. പിന്നെയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് നവംബർ മന്തിൻ്റെ ലോ ആണ്. നവംബർ മന്തിൻ്റെ ലോ ആണ് മന്ത്ലി ലെവലിൽ നോക്കുകയാണെങ്കിലുള്ള സപ്പോർട്ടീവ് ലെവൽ. അപ്പോൾ നിഫ്റ്റി വീക്കിലിയിൽ പ്രീവിയസ് വീക്കിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല മുന്നേയുള്ള എല്ലാ സപ്പോർട്ടീവ് ലെവൽസും ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നോക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് മുന്നേ തന്നെ മനസ്സിലാവും നിഫ്റ്റി ഓൾറെഡി മുന്നേയുള്ള സപ്പോർട്ടുകളെല്ലാം ബ്രേക്ക് ചെയ്ത് ലോവർ ലോ അല്ല, അപ്പോൾ ഇവിടെയുള്ള സപ്പോർട്ടും എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു നിയർ ബൈ സപ്പോർട്ടാണ്. ഇനി ഉണ്ടാവാനുള്ള ഒരു സ്വിംഗ് ഹൈ, ഇതൊരു സപ്പോർട്ടാണ്. ഈ ലെവലിൽ നെക്സ്റ്റ് ഡേ നിഫ്റ്റീനെ മോണിറ്റർ ചെയ്യാം. ഇൻ കേസ് ഇതിന് താഴെ, അതായത് ഈ വരച്ച റെഫറൻസ് ക്വാർട്ടറിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ആവുന്നത് എങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ലോവറിലോ സ്ട്രക്ചർ തന്നെ ഈ ഒരു ലെവൽ വരെ സപ്പോർട്ട് എടുക്കാം എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് 25,550 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസ് വരെ നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ഒരു ലെവലുണ്ട്, ഈ ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നേ 25,500 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസും അവിടെയുണ്ട്. ഇതൊക്കെ
നല്ല ലെവൽസാണ്. സ്ട്രൈക്ക് പ്രൈസിൻ്റെ ബേസിൽ നോക്കാൻ പറ്റിയ ലെവൽസാണ്. അല്ലെങ്കിൽ നിയർ ബൈ ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 25,318 എന്നുള്ള മന്ത്ലി റെഫറൻസ് മന്തിൻ്റെ ലോ ആണ്. അതും വാച്ച് ചെയ്യേണ്ട ലെവലാണ്.